സംസ്ഥാനത്ത് ഇലക്ഷന് മുമ്പ് 2 മാസത്തെ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ് നമ്മൾ നേരത്തെ നിങ്ങളെ കാണിച്ചിരുന്നു. 2-ാം തീയതി ഇറങ്ങിയിട്ടുള്ള ഉത്തരവ് വെബ്സൈറ്റിൽ വന്ന ഉടനെ തന്നെ നിങ്ങളെ അത് അറിയിച്ചിരുന്നു. പെൻഷൻ ഇലക്ഷന് മുമ്പ് 2 ഉറപ്പായും ഉണ്ടാകും, 3 സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ അതേ ഡേറ്റിൽ തന്നെ, അതായത് നമ്മൾ ഈ മാർച്ച് മാസം തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു 25-ാം തീയതി മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാകും എന്ന്, ഏപ്രിൽ മാസം ആദ്യവും ഉണ്ടാകും എന്ന്. അപ്പോൾ ഈ 2 പെൻഷനും മാർച്ച് മാസത്തിൽ തന്നെയാണ് വിതരണം ആരംഭിക്കുന്നത്. മാർച്ച് 25-ാം തീയതി ബുധനാഴ്ച മുതൽ മാർച്ച് മാസത്തെ പെൻഷൻ വിതരണവും മാർച്ച് 31-ാം തീയതി മുതൽ ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണവുമാണ് ആരംഭിക്കുന്നത്. സംസ്ഥാനത്ത് മസ്റ്ററിംഗ് പൂർത്തീകരിച്ച 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കയ്യിലേക്കും പതിവ് പോലെ എത്തിച്ചേരുന്നതാണ്. 2 പെൻഷൻ വിതരണം എന്ന് പറഞ്ഞാൽ 5 ദിവസത്തെ ഗ്യാപ്പിലാണ് ഈ ഒരു പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത്. കയ്യിൽ മിക്കവാറും പല ആളുകൾക്കും ഒരുമിച്ച് ലഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം വിതരണം ചെയ്യുന്ന ആളുകൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇത് 2ാമത്തെ പെൻഷൻ നേരത്തെ ലഭിക്കുകയാണ് എങ്കിൽ 2ഉം ഒരുമിച്ച് വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ വിതരണം ചെയ്ത് 2 ദിവസത്തിന് ശേഷമാണ് സാധാരണഗതിയിൽ കയ്യിൽ വിതരണം ആരംഭിക്കാറുള്ളത്. എന്തായാലും ഇലക്ഷൻ നടക്കുന്ന ഏപ്രിൽ 9-ന് മുമ്പ് 4000 രൂപ 2 തവണകളായിട്ട് എല്ലാവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലും കയ്യിലും എത്തിച്ചേരുന്നതാണ്. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇതാണ്. മാർച്ച് 25-ാം തീയതി വൈകുന്നേരത്തോടു കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതാണ്. 2000 എത്തുമ്പോൾ കേന്ദ്ര വിഹിതം, ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരമുള്ള ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻ, ഇന്ദിരാഗാന്ധി ഭിന്നശേഷി പെൻഷൻ, ഇന്ദിരാഗാന്ധി വിധവ പെൻഷൻ ഇവയൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് 300, 200, 500 കുറവുണ്ടാകും. ആ ഒരു തുക 4-5 ദിവസത്തിനുള്ളിൽ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. പതിവ് പോലെ സംസ്ഥാന സർക്കാർ അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തുക മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട്. കാരണം കേന്ദ്ര സർക്കാർ ഇത് 1 വർഷത്തിലധികമായിട്ട് ഈ ഒരു തുക തരുന്നില്ല. മുൻകൂറായിട്ട് സംസ്ഥാന സർക്കാർ തന്നെയാണ് ആ ഒരു തുക നൽകുന്നത് എങ്കിലും വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് അധികാരം ഇല്ലാത്തത് കൊണ്ടാണ് ഈ തുക ഇത്രയും ദിവസം താമസിച്ച് വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീ സുരക്ഷാ പെൻഷൻ 2 ഗഡുക്കൾ വിതരണം ചെയ്തു. അതായത് ഫെബ്രുവരി മാസത്തിൽ അപേക്ഷിച്ചിട്ടും ലഭിക്കാത്ത ആളുകൾക്കുള്ള 2ാം ഘട്ട വിതരണവും മാർച്ച് മാസത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ കൂടി 2000 രൂപ അങ്ങനെയുള്ളവർക്ക് വിതരണം ചെയ്തപ്പോൾ ആദ്യം ഫെബ്രുവരിയിൽ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് മാർച്ച് മാസത്തേത് വിതരണം ചെയ്തിട്ടുണ്ട്. ഇനി ഏപ്രിൽ മാസത്തേത് ഇലക്ഷന് മുമ്പ് വിതരണം ഉണ്ട് എന്നാണ് അറിയുന്നത്. അപ്പോൾ അത് ഉടനെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത്. മറ്റൊന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷന്റെ കാര്യമാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഉടൻ എത്തിച്ചേരും. കുടിശ്ശിക ഉണ്ട് എന്നാണ് അറിയുന്നത്. മുഴുവൻ കുടിശ്ശികയും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും 10-ൽ കൂടുതൽ കുടിശ്ശിക ഉറപ്പാണ് എന്നുള്ളതാണ് വിവരം. അപ്പോൾ 18 മാസത്തേതാണ് ലഭിക്കാനുള്ളത്. അത് മുഴുവൻ ലഭിക്കുകയാണെങ്കിൽ 18,600 രൂപയോളം ഓരോ ആളുകൾക്കും എത്തിച്ചേരുന്നതാണ്. 1,600 വെച്ച് തന്നെയാണ് ഇപ്പോഴും കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം ചെയ്യുന്നത്. പ്രവാസി പെൻഷനും തീർച്ചയായിട്ടും മുടങ്ങുന്നുണ്ട്. അതും ഈ ഇലക്ഷന് മുമ്പ് മാക്സിമം ലഭിക്കുന്നതാണ്. പിന്നെ ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ, മറ്റ് സഹായങ്ങളെല്ലാം ഉടനെ എത്തിച്ചേരുന്നതാണ്. ഇതൊക്കെ കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ദൂരേക്ക് ബൈ.